ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. ഇപ്പോൾ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഗായ്സ്, വീഡിയോ എടുക്കാനൊന്നും ഒരു മൂഡും ഇല്ല. കുറെ എങ്ങനെ വീഡിയോകളൊക്കെ എടുത്തിട്ട് ഷോർട്ടുകൾ എങ്ങനെ വിടുക, റീൽസ് എങ്ങനെ വിടുക. അപ്പോ ഇന്ന് 4-ാം നോമ്പായി. ഈ കസാലയിൽ ഇരിക്കൽ തുടങ്ങിയിട്ട് ഇപ്പം 2:30, 3:30, 4:30 4 മണിക്കൂറായി ഇരുത്തിരിക്കുന്നു. ഇപ്പൊ വീട്ടിലിപ്പോ ആരുമില്ല. ഇവരൊക്കെ ഉച്ചക്ക് പോയി. പോറിന്റെ മുന്നേ എടുക്കാന്നൊക്കെ പറഞ്ഞുതരാം. അപ്പൊ എന്താണ് സംഗതി കാര്യങ്ങളും പറഞ്ഞുതരാം. അപ്പൊ അതിനു മുന്നേ നമ്മളെ വീഡിയോ ഫസ്റ്റ് ആയിട്ട് കാണണോ വരുന്നത് സബ്സ്ക്രൈബും ആ ബെല്ലൈക്കണൊക്കെ ആളെന്ന ഓപ്ഷൻ എന്തായാലും നിങ്ങൾ നിൽക്കണം. സബ്സ്ക്രൈബ് ഉണ്ട് കുറെ ആൾക്കാർ വീഡിയോ വരുന്നില്ല. കാരണം നിങ്ങൾ ആളെന്ന ഓപ്ഷൻ നിൽക്കാൻ മാത്രമേ വീഡിയോ വരുള്ളൂ. നമ്മള് വീഡിയോ ഇടുന്നുണ്ട് ഗൈസ്, വ്യൂസ് കുറവാണ്. അപ്പൊ ഒന്ന് ഷെയർ ഒക്കെ ചെയ്ത് നിങ്ങളെല്ലാരും ഒന്ന് ഹെൽപ്പ് ചെയ്യണം. നമ്മള് ഫുഡ് വീഡിയോകളൊക്കെ വരും ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇന്നിപ്പോ വീഡിയോ എടുക്കാൻ വലിയ മൂടൊന്നും ഇല്ല. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ മാതിരി എന്നാലും ഇപ്പൊ എല്ലാം നിങ്ങൾക്ക് വീഡിയോ ഇട്ട് തരുന്നോണ്ട് ഇന്നും ഞാൻ നിങ്ങളിലേക്ക് എന്റെ ഒരു വീഡിയോ എത്തിക്കുകയാണ്. കണ്ടില്ല നിങ്ങള്. അപ്പൊ എന്തെന്ന് വെച്ചാൽ വ്യാഴാഴ്ച ഒന്നാം നോമ്പ് അന്ന് തൊണ്ടവേദന, 2-ാം നോമ്പ് അങ്ങനെയാണ് പോയി ആ തൊണ്ടവേദനയായിട്ട്. 3-ാം നോമ്പായപ്പോ രാവിലെ ജലദോഷം പിടിച്ചു. വൈകുന്നേരം ചെറുതായിട്ട് പനി ഇതും ഒക്കെ ആയി. അപ്പൊ അങ്ങനെ ഗുളിക കുടിച്ചു. അന്ന് പാരസെറ്റമോള് ഡോക്ടറൊന്നും കാണിച്ചില്ല, കുടിച്ചു. പിന്നെ പലിച്ചക്ക് നീറ്റ് ഭക്ഷണം കഴിച്ച് സുബഹിസ്കാരം കഴിഞ്ഞ് കിടന്നു. പണിക്കൊന്നും പോയില്ല, പണി മിസ്സായി. ഇന്നിവിടെ ഇരുത്തം ഇങ്ങനെ അവിടെ കിടക്കുന്നേന്. അപ്പൊ വീട്ടുകാരൊക്കെ ഇവിടെ പോയച്ചാ ജ്യേഷ്ഠന്റെ വീട്ടിക്ക് പോയി. അപ്പൊ ഞാൻ പിന്നെ ഉച്ചക്ക് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇവിടെ ഇരുന്നതാ. ഞാൻ വരാൻ നിങ്ങൾ പോയിക്കോളി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അവിടെ ഞങ്ങൾ അവിടെ നോമ്പ് തുറക്കണേ, ഇത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഇങ്ങനെ ഇരുന്ന് 4 മണിക്കൂറുകളൊക്കെ ആയി ഇങ്ങനെ ഇരിക്കണേ. കാഫ് അങ്ങോട്ട് തല കയറിയിട്ട് ഭയങ്കര തലക്കൊരു പിടുത്തം, എന്തിനും ഒരു ഉന്മേഷം കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ ചങ്ങായിമാരെ വിളിക്കുന്നുണ്ട്, ഇജ്ജ് എവിടെ ചങ്ങായി, ഇജ്ജ് ഒരു വ്ളോഗറായിട്ട് ഒരു വ്ളോഗ് എടുക്കാൻ ഇവിടെ എന്താ ഞങ്ങൾ എടുക്കാന്നൊക്കെ ചോദിച്ചിട്ട് കോളുകളൊക്കെ വന്നു. അപ്പൊ ഞാൻ കരുതിയ ഒരു വീഡിയോ എടുക്കാന്ന്. അതാണ് നമ്മൾ പറഞ്ഞു വേണ്ടത്. ഇന്ന് നമ്മളെ വെള്ളൂർ നാട്ടരുമേന്റെ നോമ്പ് തുറണ്ട്. അപ്പൊ ഇന്ന് തന്നെ ജ്യേഷ്ഠന്റെ വീട്ടിലും നോമ്പ് തുറണ്ട്. അപ്പൊ ജ്യേഷ്ഠന്റെ വീട്ടിൽ നോമ്പ് തുറന്നില്ല, ഞങ്ങള് മാത്രമേ ഉള്ളൂ. ഞങ്ങളവിടെ കൂടുന്നുള്ളൂ. അങ്ങോട്ട് വന്ന് നോമ്പർക്ക് അങ്ങോട്ട് പോരിന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ചില ആൾക്കാർ പെങ്ങളെ ചോദിച്ചു, പെങ്ങളെ കുട്ടികൾക്ക് പനിയാണ് ചെറുതിന്. അപ്പൊ അവരെ വിളിച്ചിട്ടില്ല, അവരെ പിന്നെ വിളിക്കും. അവിടെ എങ്ങനെ ഞങ്ങൾ നോമ്പറക്കാൻ പോവാണ്. അപ്പൊ ഇന്നലെ ഉണ്ടായിരുന്നു നോമ്പ് തുറ, ഇന്നലെ പോയിട്ടില്ല. ഇന്നലെ വിളിച്ചിന്, പിന്നെ ഇവിടെ വരുന്നില്ലെന്നൊക്കെ ചോദിച്ച്. അപ്പൊ ഇങ്ങനെ ഒരു അസ്വസ്ഥത ഉണ്ടായോണ്ട് അതുകൊണ്ടായിരുന്നു വരാഞ്ഞത്. ഇന്നിപ്പോ അതാണ് വരാൻ കഴിയുക. അപ്പൊ അങ്ങ് വ്ളോഗ് എടുക്കണം. അപ്പൊ ഞാന് നാട്ടിൽമ എന്നാല് ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ്. ഇതിപ്പോ കുറെ പിന്നെ എന്തൊക്കെയോ അതിന്റെ ബാക്കിലുകളുണ്ട്. നാട്ടിലത്തെ കാര്യങ്ങൾ മൊത്തക്ക് ഇടാണ്. പക്ഷെ അതല്ലാതെ കുറെ ആൾക്കാർക്ക് സഹായങ്ങളൊക്കെ ചെയ്യണ ഒരു പരിപാടികളും അതിലുണ്ട്. അതെങ്ങനെയൊക്കെ എന്തൊക്കെയൊന്നും ഞമ്മക്കറിയില്ല. അങ്ങനെ ഉണ്ട് ആ ഗ്രൂപ്പ്. പക്ഷെ ഇത് ഇന്നൊരു നോമ്പുതുറ ഉണ്ടാക്കാണ്, സമൂഹം നോമ്പുതുറ. അപ്പൊ എല്ലാവർക്കും പങ്കെടുക്കാം. അപ്പൊ അതിന്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇനി ആരെങ്കിലൊക്കെ വിട്ടുതരും. അപ്പൊ അത് ഞാൻ ഇതിലിങ്ങനെ ആഡ് ചെയ്യാം. കാരണം വയ്യ ഗൈസ്, പോവാൻ വയ്യ. ഒന്നുമില്ല, നല്ല പരിപാടിയായിരുന്നു. അപ്പൊ നമ്മളെ വ്ളോഗിൽ ഉൾപ്പെടുത്തണമെന്നുണ്ടായിരുന്നു. നമ്മൾ ആദ്യം അറിഞ്ഞപ്പോ തന്നെ ഒരു വ്ളോഗ് എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ സാഹചര്യം മൂലം നമുക്ക് കഴിയൂല. ഒന്നാമത് പറഞ്ഞില്ല, അപ്പൊ 4 മണിക്കൂറായി തീർക്കണ്. വെയ്യ ഭയങ്കര പിന്നെ ഈ ആൾക്കാരെ അടിയൊക്കെ നമ്മള് ജലദോഷം പിടിച്ചു വരുമ്പോ വേറെ ഉള്ളവർക്കും ജലദോഷം പകരും. ഇപ്പൊ പനിയൊക്കെ എല്ലായിടത്തുള്ളതാണ്. അപ്പൊ അത് എല്ലാരും കണ്ടറിയുന്നു തോന്നുന്നു. അപ്പൊ അതിന് പുറമെ ഇന്ന് നമ്മള് ജ്യേഷ്ഠനെ വിട്ട് കരുമാടല്ലേ. അപ്പൊ ആ ഒരു വ്ളോഗ് മടക്കം ഇങ്ങനെ കാണിച്ചു തരാം. അപ്പൊ എന്തായാലും നിങ്ങളെ സപ്പോർട്ടുകള് പാടെ എല്ലാവർക്കും നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത സ്റ്റാറ്റസുകളൊക്കെ വെച്ചാണ്ട് സപ്പോർട്ട് ചെയ്യുക. എല്ലാരും പറയാം എനിക്ക് എന്താണ് യൂട്യൂബിൽ നിന്ന് കിട്ടണെന്ന്. യൂട്യൂബ് മോണിറ്റൈസ് ആയ ചാനലാണ് ഗൈസ്. അപ്പൊ വ്യൂസ് ഇല്ല, വ്യൂസ് കുറെ കമ്മിയാണ് ഇപ്പൊ. പിന്നെ റീൽസുകൾ ഇറങ്ങിയോണ്ട് റീൽസ് ആണ് എല്ലാരും കാണുന്നത്. നമ്മളും ചെറിയ ഷോർട്ട് ഇടുന്നതൊക്കെ കയറി പോകുന്നുണ്ട്. പക്ഷെ ഈ വലിയ ലെങ്ത്തുള്ള വീഡിയോസുമാണ് നിങ്ങൾ കണ്ടൊന്ന് സഹകരിക്കണമെന്ന് അതും സ്കിപ്പ് ചെയ്യാതെ കാണണമെന്ന് നിങ്ങളോട് ഈ റമദാനിന്റെ പേരിൽ അപേക്ഷിക്കുന്നു. അപ്പൊ വെച്ച അപ്പൊ ഇനി നമുക്ക് ജ്യേഷ്ഠന്റെ വീട്ടിലത്തെ ഇപ്പൊ നിങ്ങളിങ്ങനെ കുറച്ച് നമ്മള് നാട്ടരമ്മന്റെ ആ കാര്യങ്ങളൊന്നൊക്കെ ഇങ്ങനെ കാണിച്ചു തരാം. എന്നിട്ട് കഴിഞ്ഞിട്ട് നമ്മള് അങ്ങോട്ട് പോവാം. അപ്പൊ ഒന്ന് കുളിച്ചിട്ടില്ല, തലയിലൊക്കെ വെള്ളം മാറുന്ന് കുളിക്കട്ടെ, ഒന്ന് ഉഷാറാകട്ടെ.
ഇങ്ങനെ കിടക്കേന് വന്നും പിടിച്ച് ഒന്നങ്ങട് വെള്ളമൊക്കെ പാർന്നു നോക്കട്ടെ. ജലദോഷം കുടിച്ചാകെ പുറത്തും മുടയായിട്ട് വെള്ളം പാർന്നാല് ഒന്ന് കുളിച്ചാൽ ഒരു മേശം കിട്ടുമല്ലോ. അപ്പൊ ഒന്ന് കുളിക്കട്ടെ, എന്നിട്ട് നമുക്ക് ജസ്റ്റിന്റെ വീട്ടിലത്തെ പരിപാടികളൊക്കെ കാണാം. ഓക്കെ, അപ്പൊ അതുവരെ ഞങ്ങള് അവിടെ എത്തുന്നതിന്റെ മുന്നേ ഞങ്ങള് നാട്ടരമന്റെ പരിപാടികൾ കണ്ടുവരൂ. അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ അടയാം. ഓക്കെ, അപ്പൊ ബാക്കി നമുക്ക് ജസ്റ്റിന്റെ വീട്ടിലെത്തിയിട്ട് കാണാം. ഓക്കെ. അപ്പൊ നിങ്ങള് വെള്ളൂർ നാട്ടരമ്മന്റെ നോമ്പുറങ്ങൾ കണ്ടുണ്ടോ? അത് ഞാൻ ഇത് പിന്നെ നമ്മള് പറഞ്ഞില്ലേ വേറെ ആൾക്കാര് വിട്ടെന്നെ ഇപ്പൊ കാർഡ് ചെയ്ത് തരാണ്. എഡിറ്റ് ചെയ്യുമ്പോ നമുക്ക് ചെയ്യാലോ. അപ്പൊ ഞാൻ ഏതായാലും ജസ്റ്റിന്റെ വീട്ടിൽ നോമ്പെടുക്കാൻ പോവാണ്. അപ്പൊ വീട്ടിൽ ഇറങ്ങി പുളിയൊക്കെ ഒന്ന് പാസ്സാക്കി തോർത്തുകൊണ്ട് എന്തിനാവും വറുക്കാൻ വെച്ചണ്ട ദിവസം മുടിച്ചോണ്ടേ ജസ്റ്റ് ഒരു മുണ്ടെടുത്ത് വെച്ചൊന്നു. ഇതാ രണ്ട് പടക്കുതിരികൾ ഇവിടെ നിൽക്കുന്നു. ഇതെടുക്കും അതെടുക്കാം അല്ലെ. ഇതിരിക്കാം ഓട്ടോറിക്ഷ ഇവർ കൊണ്ടുപോയി. അപ്പൊ എന്റെ ബൈക്കോടെ വെച്ചാ പക്ഷെ എടുക്കാൻ രാവിലെ വരാൻ പറയും. ഒന്നിനെ കൊണ്ടുപോയതാ, സുഖമില്ലാത്തോണ്ട് ഞാൻ പോയില്ല. എന്നാലും ബൈക്ക് എടുത്തിട്ട് പോവാം. അയ്യോ 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 വെച്ച ഗായ്സ് വെച്ച വണ്ടിമൊക്കെ ഒന്ന് ഇറങ്ങാനും ഇല്ല. ഏതായാലും ഞമ്മള് അവിടെ എത്തിയിട്ട് വിശേഷങ്ങളൊക്കെ കാണാം. ഓക്കെ, പോവാ. വണ്ടി ഓടിക്കുമ്പോ ക്യാമറ എടുക്കാൻ പാടില്ല. എവിടെ എത്തിയപ്പോളെ ബാ അവിടെ ഉണ്ടോക്കട്ടെ. നോമ്പ് പറ്റി കണ്ടിന്ന് എത്ര നോമ്പായി ഇപ്പൊ? എത്ര നോമ്പായി? 3 നോമ്പോ? ഈ നോമ്പ് കുറിച്ചൊക്കെ എങ്ങനെയൊക്കെ ഇവിടെ എത്തി. ഇവിടെ എന്തൊക്കെ ഉണ്ടാകട്ടെ. ഇവിടെതാ നോമ്പ് കളച്ചാള് ഉണ്ട് കുറച്ചെണ്ണം. നമുക്ക് നോമ്പില്ല. അപ്പൊ നോമ്പ് എന്നാ അടി 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 അടിടി അടിടി പോടാ. അടുക്കളയിൽ പോയൊക്കെ എന്തൊക്കെ ഉണ്ടാക്കാം. എന്തൊക്കെ ഉണ്ടാക്കിന്? എന്തൊക്കെ ഉണ്ടാക്കിന്? 2 മുന്തിരി, കറുപ്പ് മുന്തിരി, പച്ചമുന്തിരി, കറുത്ത മുന്തിരി അല്ല പച്ചമുന്തിരി, വത്തക്ക. അപ്പൊ നോമ്പർക്ക വന്നിരിക്കലോ തുടങ്ങിയത്.
അപ്പൊ ഇന്നത്തെ സ്പെഷ്യല് ഒത്തുകാലുണ്ട്, കുന്തിരി ഉണ്ട്. ഇതെന്താ ഷമാമോ? ഷമാമ് വത്തക്ക, 2 മുന്തിരി ഉണ്ട് പറഞ്ഞാൽ എന്തിനാണ് കുട്ടികള്? സമൂസ ഉണ്ട്, പഴയ പൊരി ഉണ്ട്. ഇത് പഴം, ഇത് മൈസൂർ പഴം പൊരിച്ചാണോ? ഓ അനക്ക് വേണോ? അനക്ക് വേണോ? വേണോ? അനക്കെന്താ വേണ്ടി? എടുത്തോ ഇതെടുത്തോ. തീറ്റ തുടങ്ങി. ചീത്തര എടുത്തോളി, മേ തിന്നോളി, ടേസ്റ്റ് നോക്കി. പിന്നെ 2 ജ്യൂസ് ഉണ്ട്. പിന്നെ എന്താ കഴിക്കാനുള്ള അറിയില്ല. 2 ജ്യൂസ് അല്ലേ, അല്ലാത്ത അരി ജ്യൂസും ഉണ്ട്. അപ്പൊ ഇനി ഇതൊക്കെ കഴിച്ചിട്ട് വരാം. പിന്നെ വേറെ എന്താ ഉള്ള അറിയില്ല. ഇനി അടുത്ത സെക്ഷൻ വരുമ്പോ നിസ്കാരം കഴിഞ്ഞിട്ടാ കയറും. ബിരിയാണി എല്ലാം ഉണ്ട്. നോക്കാം, കണ്ടറിയാം. വെയിറ്റ് ചെയ്തോളിട്ടോ. അപ്പൊ ഞാൻ ബാഗിന് വേണ്ടി കാത്തിക്കല്ലേ, എടുക്കാൻ പാടില്ല കേട്ടോ. ബാങ്ക് കൊടുക്കട്ടെ എന്നിട്ട്. ഞാനാ എന്റെ അടുത്ത് എന്താണ്ട് എല്ലാ വീഡിയോയിലും ഉറങ്ങാൻ വേണ്ടിയാണ്ടേ. അങ്ങനെ തിന്നില്ല. ഞങ്ങൾ നോമ്പ് തുറന്നു അല്ലേ? ഊതാപ്പനടക്ക് നേരത്തെ പോന്നക്കല്ലേ നോമ്പെടുക്കാം. അപ്പൊ ഇനി ഞങ്ങള് നോമ്പ് തുറന്നിട്ടുള്ളൂ. ഇനി നിസ്കാരം കഴിഞ്ഞു. ഇനി ചാടിക്കണ്ടല്ലേ? എന്താ ബിരിയാണിയോ പത്തിരിയോ? എന്തായാലും കണ്ടറിയാം. വെച്ച് കയറ്റട്ടെ, നമുക്ക് ഇടിച്ച് കയറ്റാം. രക്ഷ നോക്കണ്ട അല്ലേ? നോമ്പ് പറ്റി ഞാനൊന്ന് 10 മണിക്ക് കുറിച്ചല്ലേ? പിന്നെ 10 മണിക്ക് പോയിട്ട് ഉച്ചക്ക് കുറിച്ചു, ഉച്ചക്ക് പോയിട്ട് വൈകുന്നേരം കുറിച്ചു. ഒരു ദിവസം 4 പോയിട്ടോളൂ. ഭാഗ്യവതി. നമ്മളൊക്കെ ഒന്നെ കഷ്ടപ്പെടാണ് അല്ലേ? അപ്പൊ നമുക്ക് സ്കരൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി പോലൊക്കെ സ്കര കഴിഞ്ഞിട്ട് ഫുഡ് അടിക്കാൻ.